റണ്ണിങ്ങിൽ റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ റിക്കവറിക്ക് വേണ്ടി ഒരുപാട് ഗാഡ്ജറ്റ്സും ടൂൾസും ആക്സസറീസൊക്കെ ഉള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ ഈ റിക്കവറിക്ക് വേണ്ടിയുള്ള ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് മുതലേ നോക്കുന്നുണ്ട്. അങ്ങനെ റിക്കവറിക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ബയോമെക്കാനിക് ഹാക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണെന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോണേ. കാണല്ലോ അല്ലേ, അൾട്രാ ഹ്യൂമൺ. അതെ, സോ അൾട്രാ ഹ്യൂമൺ ഞാൻ ഫോളോ ചെയ്യുന്നതിനായിട്ട് കുറേ കാലമായി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ഭയങ്കര ആക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാമിൽ അവർ പല ചാലഞ്ചസും ഇടയ്ക്കിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലൊരു VO2 Max ചാലഞ്ചൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് പെർഫോമൻസ് ലാബുണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസിൻ്റെ സന്തോഷം കൂടെയാണ് ഈ വീഡിയോയിലുള്ളത്. സോ അൾട്രാ ഹ്യൂമൺ അവരെ റിംഗ് എയർ എനിക്ക് അയച്ചു തരുന്നുണ്ട്. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവരയച്ചുന്ന ബോക്സാണിത്. സോ ഇതിൻ്റെ അകത്ത് വരുന്നത് അവർ അൾട്രാ ഹ്യൂമണിൻ്റെ റിംഗ് എയറിൻ്റെ ഒരു സൈസിങ് കിറ്റാണ്. ഈ സൈസിങ് കിറ്റിൽ പല സൈസിലുള്ള റിങ്സ് ഉണ്ട്. ഇത് ഞാൻ എൻ്റെ കയ്യിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആവുന്ന സൈസ് അവർ അറിയിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പ്രോഡക്റ്റ് ഫൈനലി നമുക്ക് അയച്ചു തരും. സോ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻ്റെ വാച്ചാണ്. ഈ കാണുന്ന കൊറോഫിൻ്റെ പേസ് 3 ആണ് എൻ്റെ വാച്ച്. സോ ഞാൻ ഉറങ്ങുമ്പോഴും വാച്ച് കെട്ടിയിട്ടാണ് ഉറങ്ങുന്നത്. കാരണം എനിക്ക് സ്ലീപ്പ് മെട്രിക്സ് ട്രാക്ക് ചെയ്യണം, എനിക്ക് ആവശ്യത്തിന് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ, എൻ്റെ റിക്കവറി പ്രോപ്പറാണോ എന്നൊക്കെ അറിയാനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ഉറങ്ങുമ്പോഴും ഈ വാച്ച് കെട്ടിയിട്ടാണ് ഉറങ്ങുന്നത്. അത് അത്ര പ്രശ്നമൊന്നുമല്ല. കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇടയ്ക്കൊക്കെ ചിലപ്പോൾ നമ്മൾ കൈയൊക്കെ മൂവ് ചെയ്യുമ്പോൾ കട്ടിലൊക്കെ ചിലപ്പോൾ വാച്ച് തട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൗണ്ടൊക്കെ കേട്ട് ചിലപ്പോൾ എണീക്കാറുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കയ്യിൽ ഒരു വെയിറ്റ് വെച്ച് കിടക്കുന്ന അത്ര കംഫർട്ടബിൾ അല്ല. ആദ്യമൊക്കെ എനിക്ക് കയ്യിൽ ഈ വാച്ച് കിടക്കുന്നത് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഉറങ്ങുന്ന സമയത്ത്. പിന്നെ ഓവർ ദ ടൈം അതങ്ങ് മാറി. ഇപ്പോൾ എനിക്ക് ഭയങ്കര നാച്ചുറലാണ്. വാച്ച് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ആവാറില്ല. പക്ഷേ ഫുൾ ടൈം വാച്ച് കെട്ടിയിരിക്കണം. അപ്പോൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ് നോക്കി പോയപ്പോഴാണ് ഞാനിങ്ങനെ അൾട്രാ ഹ്യൂമൺ കണ്ടത്. അൾട്രാ ഹ്യൂമൺ മാത്രമല്ല, ഇവരെ കുറേ കോമ്പറ്റീറ്റേഴ്സിനെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അൾട്രാ ഹ്യൂമൺ എന്തോ അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും അവർ ഓഫർ ചെയ്യുന്ന കളേഴ്സ് ആണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അൾട്രാ ഹ്യൂമൺ അങ്ങനെ ഞാൻ ചുമ്മാ അവരുടെ പേജൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫോർച്ചുനേറ്റ്ലി എനിക്ക് അവരുമായിട്ടൊരു കൊളാബറേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അവരെനിക്ക് ഈ സൈസിങ് കിറ്റ് അയച്ചു തന്നത്. അപ്പോൾ സൈസിങ് കിറ്റ് നോക്കിയതിന് ശേഷം എനിക്ക് അവർ ഒരു റിങ് അയച്ചു തരുന്നുണ്ടാവും. ആ റിങ് ആയിരിക്കും ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത്. അത് കിട്ടിയതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഒത്തിരി മെട്രിക്സ് ഈ അൾട്രാ ഹ്യൂമൻ്റെ റിങ്ങിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതും ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുന്നത് വാച്ചസ് പോലെയൊക്കെ തന്നെയാണ്. കാരണം ഇതിൽ ഒപ്റ്റിക്കൽ സെൻസർ വരുന്നുണ്ട്. ആ ഒപ്റ്റിക്കൽ സെൻസർ യൂസ് ചെയ്ത് തന്നെയാണ്. പക്ഷേ വാച്ച് നമ്മുടെ റിസ്റ്റിൻ്റെ ഇത്രയും ഭാഗം കവർ ചെയ്യുമെങ്കിൽ ഇത് അത്രയും സ്പേസ് ഒന്നും കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. കാരണം ഇത് ജസ്റ്റ് ഇൻഡെക്സ് ഫിംഗറിൽ ഇട്ടാൽ മതി. ഞാൻ ഇൻഡെക്സ് ഫിംഗറിലായിരിക്കും. കാരണം എനിക്ക് റിംഗ് ഫിംഗറിൽ ഓൾറെഡി റിംഗ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ലെഫ്റ്റ് കയ്യിലിടണം. ഞാൻ റിംഗ് അങ്ങനെ ലെഫ്റ്റ് കയ്യിലിടുന്ന അത്ര കംഫർട്ടബിൾ അല്ല. സോ മിക്കവാറും ഞാൻ ഇൻഡെക്സ് ഫിംഗറിലായിരിക്കും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ അൾട്രാ ഹ്യൂമണിനെ പറ്റി അറിയേണ്ടവർക്ക് അവർ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോയുടെ താഴെ അവരെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൾട്രാ ഹ്യൂമൺ റിംഗ് എയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഈ ബോക്സ് തുറക്കുമ്പോൾ അകത്ത് വേറൊരു ബോക്സ് ഉണ്ട്. എടുക്കാം. ഈ ബോക്സിൽ ഞാൻ പറഞ്ഞ മോഡൽ നെയിം ഉണ്ട്. ഇത് അൾട്രാ ഹ്യൂമണിൻ്റെ റിംഗ് എയർ ആണ്. സോ ഇവിടെ കാണുന്ന പോലെ തന്നെ എയറിൻ്റെ റിംഗ് സൈസ് കിറ്റാണ്. സോ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അൾട്രാ ഹ്യൂമൺ ഇതാദ്യം ഇപ്പോൾ നിങ്ങൾ ഈ റിംഗ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അൾട്രാ ഹ്യൂമൺ ആദ്യം നിങ്ങൾക്കൊരു റിംഗ് സൈസിങ് കിറ്റ് അയച്ചു തരും. ഇതാണ് ആ റിംഗ് സൈസിങ് കിറ്റ്. ഈ റിംഗ് സൈസിങ് കിറ്റിൽ പല സൈസിലുള്ള റിങ്സ് ഉണ്ട്. അതിൽ നമ്മളിട്ടിട്ട് നമ്മുടെ സൈസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരത് അയക്കുന്നത്. സോ കറക്റ്റ് ഫിറ്റ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മുടെ സെൻസേഴ്സ് യൂസ് ചെയ്തുള്ള ഡാറ്റ കളക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അതായത് നമ്മുടെ സ്ലീപ്പ് എങ്ങനെയാണ്, നമ്മുടെ റിക്കവറി എങ്ങനെയാണ്, നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് എങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി മെട്രിക്സ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. സോ അത് ട്രാക്ക് ചെയ്യാനായിട്ട് ഇത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൈസിങ് കിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൈസ് ചെക്ക് ചെയ്യുമ്പം ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് പറ്റിയ സൈസ് തന്നെയാണെന്നുള്ളത്. സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നൈസാണ് കേട്ടോ അകത്ത്. സോ ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജിങ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ അതിലവർ പറയുന്നത് അവരുടെ ഒരു എങ്ങനെയാണ് അവർ ലൈറ്റർ ഫുട് പ്രിൻ്റ് ഉണ്ടാക്കുന്നത്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്, പ്ലാസ്റ്റിക് ഒന്നുമില്ല. അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അവരൊരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഷോക്കേസ് ആണ് ഇത്. നല്ലൊരു ബോക്സാണ്. പിന്നെ അവരൊരു സൈസിങ് കിറ്റ് ഗൈഡ് തന്നിട്ടുണ്ട്. സോ ഇത് വരുന്നതിന് മുന്നേ ഞാൻ ഇത് തുറന്നിട്ടില്ലായിരുന്നു. പക്ഷേ സൈസിങ് കിറ്റിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഇമേജ് ഞാൻ കണ്ടായിരുന്നു. സോ കളർ ഓപ്ഷൻസ് ഇത്രയും ഉണ്ട്. വായിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. സോ കളേഴ്സായിട്ടുള്ളത് റോ ടൈറ്റാനിയം,
ആസ്റ്റർ ബ്ലാക്ക്, മാറ്റ് ഗ്രേ, സ്പേസ് സിൽവർ, ബയോണിക് ഗോൾഡ്, ബ്രഷ്ഡ് റോസ് ഗോൾഡ്. ഇങ്ങനെ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. സോ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അതിൽ പല ടൈപ്പ് ഫിനിഷസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇത് ഒരു മാറ്റ് ഫിനിഷാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ഗ്ലോസിയാണ്. ഇവിടെ വീണ്ടും മാറ്റ് ഫിനിഷാണ്. കളറിൻ്റെ പേര് മാറ്റ് ഗ്രേ തന്നെയാണ്. ഈ സിൽവർ ഗോൾഡ് പോലത്തെയൊക്കെ കുറച്ചും കൂടെ ഗ്ലോസിയാണ്. അപ്പോൾ അത് ഡിപ്പെൻസ്, അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കളേഴ്സ് ഒരുപാടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സ് ഇതിൽ എഴുതിയിട്ടുണ്ട്, അതായത് എങ്ങനെയാണ് റിംഗ് സൈസിങ് കിറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന്. സോ അൾട്രാ ഹ്യൂമൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഒരു സാമ്പിൾ റിംഗ് ഇവർ മറ്റൊരു ബോക്സിൽ ഇനിയും ഉണ്ട്, ആ ബോക്സിൽ സാധനങ്ങളുണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് സാമ്പിൾ കിറ്റ് കാണും. സോ സാമ്പിൾ കിറ്റിൽ പല സൈസിലുള്ള റിങ്സ് കാണും. അതിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഏതാണോ ഫിറ്റ് എന്നുള്ളത് കൺഫേം ചെയ്യുകയാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. സോ ഇത് കൺഫേം ചെയ്യാനായിട്ട് ഇവർ പറയുന്നത് 2 ദിവസം ടെസ്റ്റ് ചെയ്യണമെന്നാണ്. ടേക്ക് ദ 2 night സൈസിങ് ടെസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. അതായത് വെയർ ദ സാമ്പിൾ റിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 2 nights, എൻഷുർ ദ സെൻസർ ബംസ് ആർ ഓൺ ദ പാം സൈഡ് ആൻഡ് ദ റിംഗ് ഡസൻറ്റ് ഈസിലി റൊട്ടേറ്റ്. അതായത് ഇത് ഈസി ആയിട്ട് കറങ്ങാൻ പാടില്ല. ഇതിനൊരു സെൻസർ വരും, സെൻസറിൻ്റെ ഷേപ്പിൽ ചിലപ്പോൾ റിംഗ് കാണുമായിരിക്കും, നമുക്ക് റിംഗ് നോക്കുമ്പോൾ നോക്കാം. അപ്പോൾ ആ സെൻസർ നമ്മുടെ പാമ്പിൻ്റെ സൈഡ്, അതായത് ഇതാണ് പാം, ഈ സൈഡായിരിക്കണം സെൻസർ. അതായത് ഇപ്പോൾ ഈ ഇൻഡെക്സ് ഫിംഗറിലാണ് ഇടുന്നതെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗത്ത് ആ സെൻസർ വരുന്ന രീതിയിലാണ് നമ്മളിത് പ്ലേസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല, അതായത് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല, റൊട്ടേറ്റ് ആവാൻ പാടില്ല, അത്ര ലൂസ് ആവാൻ പാടില്ല, ടൈറ്റ് ഫിറ്റായിട്ടിരിക്കണം. പിന്നെ അതായത് പെട്ടെന്ന് എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി തിരിച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി റിങ് തിരിയും, ഇപ്പോൾ ഇത് തന്നെ തിരിയും. പക്ഷേ ഫിറ്റായിരിക്കുന്ന സമയത്ത് അത് നാച്ചുറലി തനിയെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ പാടില്ല, അത്ര ടൈറ്റ് ഫിറ്റായിട്ടിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ റിംഗ് കളർ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിട്ട് ഇങ്ങനെ കൈയിൻ്റെ സൈഡ് വെച്ച് നോക്കാനായിരിക്കും ഇത്. ഞാൻ ഇളക്കുന്നില്ല, ഇളക്കിയിട്ട് എനിക്കൊന്ന് വെച്ച് നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിനായിരിക്കും ഒരു ഇതിങ്ങനെ അതിൻ്റെ പകുതി പാർട്ടായിട്ട് ഇങ്ങനെ ഇവിടെ നോക്കി ഇത്രയുണ്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മെയിൽ വഴിയോ അല്ലെങ്കിൽ ഇവരെ ആപ്പ് വഴിയോ നമ്മുടെ സൈസിങ് കിറ്റ് കൺഫേം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇഫ് യു പർച്ചേസ് ഫ്രം ultrahuman.com ഡൗൺലോഡ് ദ ആപ്പ് ആൻഡ് ലോഗിൻ യൂസിങ് ദ ഇമെയിൽ അസോസിയേറ്റഡ് വിത്ത്, എന്നിട്ട് നമ്മുടെ ഓർഡർ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മുടെ സൈസ് ഇതാണെന്ന് കൺഫേം ചെയ്തത്. എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഈ പ്രോഡക്റ്റ് ഷിപ്പായ സമയത്ത് തന്നെ അവർ നമുക്കൊരു മെയിൽ അയക്കും, ഷിപ്പായിട്ടുണ്ട്, നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയതിന് ശേഷം അല്ലെങ്കിൽ സൈസ് കൺഫേം ആക്കിയതിന് ശേഷം കൺഫേം യുവർ റിംഗ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സൈസ് കൺഫേം ചെയ്താൽ മതി. സൈസ് കൺഫേം ചെയ്തിട്ട് എനിക്ക് വന്ന് 2-3 ഡേയ്സിനകത്ത് നമുക്ക് നമ്മുടെ റിങ് കിട്ടും. സോ നമുക്ക് റിംഗ് സൈസിങ് കിറ്റിനി നോക്കാം. ഓക്കെ, ഇതാണ് ആ ബോക്സ് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ അടിയിൽ സംഭവം റിംഗ് ഉണ്ട്, കാണാമല്ലോ, എല്ലാ റിങ്സും ഉണ്ട്. ഇതിൽ സൈസ് 5 മുതൽ സൈസ് 14 വരെയുള്ള റിങ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 8-9ൻ്റെയൊക്കെ താഴെ ആയിരിക്കും, 8 അല്ലെങ്കിൽ 7 ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ്, കാരണം നമ്മുടെ എല്ലാവരെയും കൈയിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ പല ഷേപ്പിലുള്ള കൈയുള്ളവർക്ക് അല്ലെങ്കിൽ പല സൈസിലുള്ള കൈയുള്ളവർക്ക്, ഇത്രയും വലിയ വിരലൊക്കെ ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, 14 ഉണ്ട്, ചിലപ്പോൾ കാണും കേട്ടോ, പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഇൻഡെക്സ് ഫിംഗറിൽ തന്നെ ഇടണം എന്നില്ല, അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ അല്ലെങ്കിൽ റിംഗ് ഫിംഗർ ആണ് പറയുന്നത്. നമുക്കാണെങ്കിൽ തമ്പിലൊക്കെ ഇടാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. ഞാനെന്തായാലും യൂഷ്വലി റിങ്സ് ഇടുന്നത് റൈറ്റ് ഹാൻഡാണ്. റൈറ്റ് ഹാൻഡ് ഓൾറെഡി എൻ്റെ റിംഗ് ഫിംഗറിലൊരു മോതിരം, കല്യാണ മോതിരം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മിക്കവാറും ഇൻഡെക്സ് ഫിംഗറിലായിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് സൈസ് 8 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സൈസ് 8 എനിക്ക് വലുതാണ്, അപ്പം എനിക്ക് സൈസ് 8 പറ്റത്തില്ല, സൈസ് 7 ആയിരിക്കും കറക്റ്റ് എന്നാണ് തോന്നുന്നത്. സൈസ് 7 എനിക്ക് കറക്റ്റാണ്. യെസ്, സൈസ് 7 എനിക്ക് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ കാണാൻ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ബ്ലാക്ക് കളറാണ്, ഞാൻ കളർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് കിട്ടുന്ന റിങ്. അപ്പോൾ ഇത്രയേ ഉള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ വാച്ചാണ്. ഞാൻ ഇപ്പം ഉറങ്ങുമ്പോൾ വാച്ച് ഇട്ടിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ വാച്ച് ഇട്ടിട്ട് ഉറങ്ങുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, എനിക്ക് അതും കംഫർട്ടബിൾ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് കിട്ടും. ഈ ഹാർട്ട് റേറ്റിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് റെസ്റ്റിംഗ് ആയിരിക്കും. അതായത് നമ്മൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് പ്രോപ്പർലി മെഷർ ചെയ്യുന്നത് നമ്മൾ ഫുള്ളി റെസ്റ്റ് എടുക്കുമ്പോഴാണ്. അത് യൂഷ്വലി സംഭവിക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. സോ ഉറങ്ങുമ്പോൾ നമ്മൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റിൻ്റെ ഒരു ഡാറ്റ കുറച്ചും കൂടെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റിൻ്റെ ആവറേജ് ഇപ്പോൾ കോറോസിൻ്റെ ഡാറ്റ അനുസരിച്ച് 46 ആണ് എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്. അപ്പോൾ ഈ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സീരിയസ് ആയിട്ട് റണ്ണിങ് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി റണ്ണ് ചെയ്യണം അല്ലെങ്കിൽ സോൺ 2 റൺ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സോൺ 2 കണ്ടുപിടിക്കാനായിട്ട് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ഹാർട്ട് റേറ്റിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റും റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒരു സോൺസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വാച്ചിന് ആ കേപ്പബിലിറ്റി ഇല്ല, നിങ്ങൾ മാനുവലിയാണ് ഹാർട്ട് റേറ്റ് ഒക്കെ മെഷർ ചെയ്യുന്നതെങ്കിൽ ചെസ്റ്റ് റാപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സോൺസ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസിലെല്ലാം ചോദിക്കുന്ന മാക്സ് ഹാർട്ട് റേറ്റും
അതേപോലെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വേണം. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ സമയത്ത് ഇപ്പോൾ മാക്സ് ഹാർട്ട് റേറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം പുഷ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയുടെ ബേസിൽ വാച്ച് ആണെങ്കിലും ഇതുപോലത്തെ ഫിറ്റ്നസ് റിങ്സ് ആണെങ്കിലും മാക്സ് ഹാർട്ട് റേറ്റ് തരും. അതേപോലെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വാച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫിറ്റ്നസ് റിങ്സോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റും കിട്ടും. അപ്പോൾ ഈ 2 ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോൺസും റിക്കവറിയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇൻറ്റൻസിറ്റി എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ശതമാനം സമയം നമ്മൾ മാക്സിമം ഇൻറ്റൻസിറ്റിയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാനൊരു ഫാസ്റ്റ് റണ്ണാണ് പോയത്. അതായത് ടെമ്പോ റണ്ണ്, ഓൾ ഔട്ട് ടെമ്പോ ആയിരുന്നു 5K. ത്രഷോൾഡ് ബേസിലാണ് ഞാൻ റണ്ണ് ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹാർട്ട് റേറ്റ് അത്യാവശ്യം 185ൻ്റെ പ്ലസ് ആയിരുന്നു കുറേ നേരം ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് മാരത്തോൺ ബേസിൽ ഞാൻ അത്രയും ഇൻറ്റൻസിറ്റിയിൽ ഓടുന്നത് കൊണ്ടാണ് ഹാർട്ട് റേറ്റ് അത്രയും കയറുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിക്കവറി വേണം. പക്ഷേ ഞാനിപ്പോൾ ഒരു ഈസി റണ്ണാണ് ഓടുന്നത്, എൻ്റെ ഹാർട്ട് റേറ്റ് ഒരു 160യുടെ ഒക്കെ താഴെയാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ നമ്പേഴ്സാണ് പറയുന്നത്. ഇത് വെച്ച് ഇനി നിങ്ങൾ നാളെ നിങ്ങളുടെ സോൺ ടു 160 ആണെന്നൊന്നും വിചാരിക്കരുത്. എൻ്റെ സോൺ ടുവിൻ്റെ മാക്സിമം വരുന്ന 143യുടെ 160യുടെ ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ 160യുടെ താഴെയാണ് ഓടുന്നത്, ഞാൻ സോൺ ടൂവിലാണ് ഓടുന്നത്. അപ്പോൾ എനിക്ക് റിക്കവറിക്ക് അത്രയും ടൈം വേണ്ട. ഇപ്പോൾ കോറോസിൻ്റെ ഡാറ്റ വെച്ച് പറയാനാണെങ്കിൽ ഈസി റൺസ് പോകുമ്പോൾ എനിക്ക് റിക്കവറിക്ക് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെയാണ് ഫുൾ റിക്കവറിക്ക് വേണ്ടി പറയുന്നത്. പക്ഷേ ഇന്നലത്തെ റണ്ണ് അത്യാവശ്യം ഇൻറ്റൻസ് ആയിട്ട് ഓടിയതിൻ്റെ തന്നെ റിക്കവറിക്ക് 8 മണിക്കൂർ പറഞ്ഞായിരുന്നു. അപ്പോൾ അത്രയും ഡിഫറൻസ് വരും. അതിൽ ഉറക്കം ഫാക്ടറാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയമാണ്, നമ്മുടെ ഉറക്കമൊന്നും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ ഉറക്കം കറക്റ്റ് ആയില്ലെങ്കിലും റിക്കവറി പ്രോപ്പർ ആകത്തില്ല. അപ്പോൾ റിക്കവറി പ്രോപ്പർ ആകാതെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ മാക്സിമം പുഷ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം ഇഞ്ചറി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു പരിധി വരെ ഈ ഫിറ്റ്നസ് ബാൻഡ്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം വാച്ച് കെട്ടിയിട്ട് കിടക്കുന്ന ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകത്തില്ല. വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇപ്പോൾ വാച്ച് കെട്ടിയിട്ട് നമ്മൾ നല്ല ഉറങ്ങിയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ കട്ടിലോ എവിടെയെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് ആയിട്ട് ചിലപ്പോൾ നമ്മൾ എണീക്കാം. പിന്നെ കോറോസിനൊക്കെ നല്ല ഗ്ലാസ്സൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ ഡാമേജ് ആവുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ എല്ലാ വാച്ചിനും അത്രയും ഡ്യൂറബിലിറ്റി ഇല്ല. ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റായിട്ടുള്ള വാച്ചൊക്കെ ഇട്ട് കെട്ടിയിട്ട് ഉറങ്ങുകയാണ്, നല്ല ഉറക്കത്തിൽ നമുക്കറിയില്ല നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ചിലർ നന്നായിട്ട് ഭയങ്കര സ്പീഡിലൊക്കെ മൂവ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്പീഡിൽ കൈയൊക്കെ അനക്കുമ്പോഴത്തേക്ക് മതിലോ കട്ടിലോ ഒക്കെ കൈ തട്ടുമ്പോൾ വാച്ച് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇപ്പോഴത്തെ റിങ്സ് നല്ലതാണ്. പിന്നെ ഓടുമ്പോഴാണെങ്കിലും ഇപ്പം നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ വാച്ചിൽ ഹാർട്ട് റേറ്റ് അത്രത്തോളം ആക്യുറേറ്റ് ആവില്ല. ഇതിൽ സ്കിന്നിൻ്റെയും ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ വാച്ച് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓൾട്ടർനേറ്റീവാണ് ഫിറ്റ്നസ് റിങ്സ്. ഫിറ്റ്നസ് റിങ്സ് അത്യാവശ്യം എക്സ്പെൻസീവാണ്. വാച്ചസ് പോലെ തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഇൻ സം കേസസ് വാച്ചസിനേക്കാളും എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും മറ്റ് ഫിറ്റിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഓവറോൾ യൂസേജ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ 2 ദിവസം ഈ സൈസിങ് കിറ്റ് ചെക്ക് ചെയ്യണം. സൈസിങ് കിറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സൈസ് കൺഫേം ആക്കിയതിന് ശേഷം അവരെനിക്ക് പ്രോഡക്റ്റ് അയക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഒക്കെ മിസ്സാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റും റണ്ണിങ് ഗാഡ്ജറ്റ്സ് ആക്സസറീസും ടൂൾസും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ്.